ഞങ്ങളൊന്ന് ഒരുങ്ങിയിറങ്ങിയാൽ രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് ഇറാൻ ചാരമാകുമെന്ന അമേരിക്കൻ സ്വപ്നം അവരുടെ തന്നെ ദുസ്വപ്നമായി മാറിയെന്ന് ലോകം നിരീക്ഷിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം ഒരുപക്ഷെ കടന്നുപോകുന്നത്. അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവൻ ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചപ്പോൾ കരുതിയത് ഇറാൻ അതിന്റെ അവസാന നാളുകളെ കാണുകയാണ് എന്നാണ്. എന്നാൽ ഇറാൻ നടത്തിയ തിരിച്ചടികൾ സത്യത്തിൽ ഏവരെയും അമ്പരിപ്പിച്ചു. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്നോ ജയിക്കുമെന്നോ ഒന്നുമല്ല പറഞ്ഞു വന്നത്, മറിച്ച് ഇറാൻ നടത്തിയ പ്രതിരോധം ശക്തമായിരുന്നു എന്നാണ്. എന്താണ് സത്യത്തിൽ ലോകം ഇന്ന് കാണുന്ന ഈ സാഹചര്യത്തെ സൃഷ്ടിച്ചത്? അമേരിക്കയ്ക്ക് പിഴച്ചത് എവിടെയെന്നും ഇറാൻ പ്രതിരോധിച്ചത് എങ്ങനെയെന്നും നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഇറാനുമേൽ അമേരിക്ക ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഇത് ഭരണകൂടത്തിനെതിരായ യുദ്ധം മാത്രമാണെന്നും ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ റെജീമിനെ മാറ്റാനാണ് എന്നുമായിരുന്നു. സത്യത്തിൽ അവിടെയാണ് ഇറാൻ ആദ്യം തങ്ങളുടെ സ്ഥിരത ഉറപ്പുവരുത്തിയത് എന്ന് കാണാം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി 2026 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായിട്ടും ഇറാന്റെ രാഷ്ട്രീയ ആത്മീയ ഭരണക്രമം തകരാതെ പിടിച്ചു നിന്നത് അവർ പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത ചില ശക്തമായ സംവിധാനങ്ങൾ മൂലമാണ്. ഇറാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പരമോന്നത നേതാവ് ഇല്ലാതായാൽ അധികാരം പെട്ടെന്ന് ശൂന്യമാകില്ല. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 പ്രകാരം പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഭരണം നടത്താൻ ഒരു താൽക്കാലിക കൗൺസിൽ രൂപീകരിക്കപ്പെടും. ഈ കൗൺസിലിൽ രാജ്യത്തെ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിലെ ഒരു മുതിർന്ന അംഗം എന്നിവരാണ് ഉണ്ടാകുക. 2026 സംഭവ വികാസങ്ങളിൽ ഖമേനിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സമിതി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ഭരണപരമായ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്തു. ഇത് തെരുവിലുണ്ടായേക്കാവുന്ന കലാപങ്ങളെയും മറ്റും വലിയൊരു പരിധിവരെ തടഞ്ഞു. ഇറാനിലെ ഭരണം വെറും ഒരു രാഷ്ട്രീയ സംവിധാനമല്ല, മറിച്ച് വിലായത്ത് ഇ ഫഖീഹ് എന്ന മതപരമായ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു വ്യക്തി എന്നതിലുപരി പരമോന്നത നേതാവ് എന്ന പദവിയാണ് ഇറാൻ പവിത്രമായി കാണുന്നത്. റിപ്പോർട്ട്സ് അനുസരിച്ച് ഖമേനിയുടെ മരണശേഷം ഇറാനിലെ 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അതിവേഗം യോഗം ചേരുകയും പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രോസസ്സ് വളരെ രഹസ്യാത്മകവും എന്നാൽ വ്യവസ്ഥാപിതവുമായി നടന്നത് ലോകം വിചാരിച്ചതുപോലെയുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഇറാനെ തള്ളിവിട്ടില്ല. ഇറാന്റെ സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ് റജീം തകരാതെ നിന്നതിനുള്ള മറ്റൊരു പ്രധാന ഘടകം. രാജ്യത്തിന്റെ പ്രതിരോധം മാത്രമല്ല, സാമ്പത്തിക രംഗത്തെ പ്രധാന മേഖലകളും IRGCയുടെ നിയന്ത്രണത്തിലാണ്. വിദേശ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തിന് വിള്ളൽ വീഴാതെ കാക്കുന്നത് ഇവരാണ്. 2026 ആക്രമണത്തിന് ശേഷം IRGC രാജ്യത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇവർ പരമോന്നത നേതാവിനോട് നേരിട്ട് കൂറുള്ളവരായതിനാൽ നേതൃത്വത്തിൽ മാറ്റം വന്നാലും വ്യവസ്ഥിതിയോടുള്ള ഇവരുടെ നിലപാട് മാറില്ല. കൂടാതെ ഇറാനിലെ ഗാർഡിയൻ കൗൺസിൽ എന്ന സ്ഥാപനം ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ സുരക്ഷ ഉറപ്പാക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷനും ഇസ്ലാമിക നിയമങ്ങൾക്കും വിരുദ്ധമായ ഒരു നീക്കവും രാജ്യത്ത് നടക്കില്ലെന്ന് ഇവർ ഉറപ്പുവരുത്തുന്നു. ഒരു നേതാവ് കൊല്ലപ്പെട്ടാലും അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും ചേർന്ന ഒരു വലിയ ശൃംഖല രാജ്യത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അമേരിക്ക വിചാരിച്ചതുപോലെ ഒരു പെട്ടെന്നുള്ള റെജീം ചേഞ്ച് നടക്കാതിരുന്നത് ഈ ഇന്റേണൽ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങളുടെ കരുത്തുകൊണ്ടാണ് എന്നാണ് വിവിധ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ഭീഷണികൾ വർദ്ധിക്കുമ്പോൾ ഇറാനിലെ കുറെ ജനങ്ങളും ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു ദേശീയ ബോധവും ഇവിടെ കാണാം. വിദേശ ശക്തികൾ തങ്ങളുടെ നേതാവിനെ വധിച്ചത് രാജ്യത്തിന് മേലുള്ള കടന്നുകയറ്റമായും തങ്ങളുടെ മത നേതാവിനെ വധിച്ചത് മതവിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമായും കുറെ ജനങ്ങൾ കണ്ടത് ഭരണകൂടത്തിന് അനുകൂലമായ വികാരം സൃഷ്ടിക്കാൻ സഹായിച്ചു. ചുരുക്കത്തിൽ വ്യക്തമായ ഭരണഘടനാ നടപടികൾ, സമാന്തര സൈനിക ശക്തിയായ IRGCയുടെ പിന്തുണ, ശക്തമായ മതപരമായ അടിത്തറ എന്നിവ സമന്വയിപ്പിച്ചാണ് ഇറാൻ ഖമേനിയുടെ വധത്തിന് ശേഷമുള്ള ആ വലിയ തകർച്ചയെ അതിജീവിച്ചത്. ഒരു വ്യക്തി ഇല്ലാതായാലും സിസ്റ്റം തകരാത്ത വിധം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇറാന്റെ ഈ ഭരണക്രമം. അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇറാൻ അമേരിക്കൻ യുദ്ധം കാരണം ഗ്യാസ് ആൻഡ് ഇന്ധനത്തിന്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അറിയാതെ വർദ്ധിക്കുന്ന ചെലവുകളുണ്ട്. അത്തരത്തിലൊന്നാണ് ഹോസ്പിറ്റൽ ചെലവുകൾ. ഇപ്പോൾ തന്നെ നല്ല ട്രീറ്റ്മെന്റിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയാകുന്നുണ്ട്. ഒരു 5 വർഷം കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഇരട്ടിയായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വന്നാൽ നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും കാലം സമ്പാദിച്ചത് ഹോസ്പിറ്റൽ ചെലവായി പോകും. വളരെ കുറഞ്ഞ ചെലവിൽ, അതും 400 to 500 രൂപ മുതൽക്കൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് തുടങ്ങുന്നുണ്ട്. എന്നിട്ടും പലരും ഇപ്പോഴും ഒരു ബേസിക് ഹെൽത്ത് പ്ലാൻ പോലും എടുത്തിട്ടില്ല എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അവിടെ 1 കോടി വരെയുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ അൺലിമിറ്റഡ് കവറേജ്, അതായത് എത്ര ചെലവ് വന്നാലും കമ്പനി വഹിക്കുന്ന പോലെയുള്ള ഹെൽത്ത് പോളിസികളും എടുക്കാം. BP, ഡയബറ്റീസ്, ആസ്മ, തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്ത ആദ്യ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെയുണ്ട്. ഇപ്പോൾ എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇനി പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ കുറഞ്ഞ ചെലവിൽ നാട്ടിൽ നിന്നും എടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോ വർഷവും ഹോസ്പിറ്റൽ ചെലവുകൾ 14%-ഓളമൊക്കെയാണ് കൂടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന് മൊത്തമായി എടുത്തു വെക്കാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ശരാശരി 30 നോട്ടിക്കൽ മൈൽ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്ക് ലോകത്തെ എണ്ണ വിപണിയുടെ ശ്വാസനാളമാണ്. ആഗോള വിപണിയിലെത്തുന്ന എണ്ണയുടെയും പാചകവാതകത്തിന്റെയും എല്ലാം വലിയൊരു വിഹിതം ഈ പാതയെ ആശ്രയിച്ചായതിനാൽ ഹോർമുസിലെ നേരിയ ചലനം
ചലനം പോലും ആഗോള സാമ്പത്തിക ക്രമത്തെ പിടിച്ചുകുലുക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള തർക്കത്തിൽ ഏറ്റവും വലിയ ബാർഗെയിനിങ് ചിപ്പ് ഈ കടലിടുക്കാണ്. ആ മേഖലയിൽ ഏറ്റവും ശക്തമായ സ്വാധീനവും ഇടപെടൽ ശേഷിയും ഇന്നും ഇറാന്റെ കയ്യിലാണ് എന്നതാണ് ഈ യുദ്ധത്തിൽ അവരെ പിടിച്ചു നിർത്തുന്ന മറ്റൊരു പ്രധാന ഘടകം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണക്കപ്പലുകളും കടന്നുപോകുന്ന ഈ പാതയെ മുൻനിർത്തി തങ്ങളെ സാമ്പത്തികമായോ സൈനികമായോ ആക്രമിക്കാൻ മുതിർന്നാൽ ഹോർമുസ് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് ലോകരാജ്യങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നയതന്ത്ര ആയുധമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ വടക്കൻ തീരം പൂർണ്ണമായും ഇറാന്റെ കൺട്രോളിലായതിനാൽ അവിടെ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ഭൂമിശാസ്ത്രപരമായും ഇറാന് വലിയ മേൽക്കൈ ഈ മേഖല നൽകുന്നു. തിരിച്ചൊരു ആക്രമണത്തെ ഭയക്കാതെ തന്നെ അവർക്ക് ഈ മേഖലയെ ഉപയോഗിച്ച് ഹോർമുസിൽ ആക്രമണം അഴിച്ചുവിടാൻ സാധിക്കും. സാമ്പത്തികമായി അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ വ്യാപാരത്തെ തളർത്താൻ ശ്രമിച്ചിരുന്നപ്പോൾ ഹോർമുസിലെ സ്വാധീനം ഉപയോഗിച്ച് അവർ തിരിച്ചടിച്ചിരുന്നു. 2019 ഇറാന്റെ എണ്ണ വ്യാപാരം പൂർണ്ണമായും നിരോധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹോർമുസ് മേഖലയിൽ നിരവധി വിദേശ എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാൻ ഇതിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അവകാശപ്പെട്ടെങ്കിലും ഈ സംഭവങ്ങൾ ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കാൻ കാരണമായി. 2019 ഇപ്പോഴും തങ്ങൾ അത്തരമൊരു നിലപാടെടുത്താൽ അത് അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആഭ്യന്തര വിപണിയെയും ഇൻഫ്ലേഷനെയും ബാധിക്കുമെന്ന് ഇറാൻ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് സായുധപരമായും നയതന്ത്രപരമായും ഇറാൻ ഹോർമുസിൽ ഇപ്പോൾ ഇടപെടുന്നത്. അതിന്റെ റിസൾട്ടായി ഇറാനുമായി അടുത്ത നയതന്ത്ര ബന്ധമുള്ള ഇന്ത്യയിൽ പോലും LPGക്കും പെട്രോളിനും വില കൂടിയെന്ന് നാം കണ്ടതാണ്. എന്നാൽ അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും നാം നേരിടുന്നതിന്റെ 10 മടങ്ങ് പ്രഹരമാണ് ഉണ്ടായത്. ഹോർമുസിൽ ഇറാൻ അനുകൂലമായ ഭൗതിക ഘടകങ്ങൾ അവിടുത്തെ ഭൂപ്രകൃതിയും കടലിടുക്കിന്റെ ആഴക്കുറവുമാണ്. ആധുനിക വിമാനവാഹിനി കപ്പലുകൾക്കോ വലിയ യുദ്ധ കപ്പലുകൾക്കോ വേഗത്തിൽ നീങ്ങാൻ സാധിക്കാത്ത വിധം ഇടുങ്ങിയതാണ് ഈ പാത. ഇത് ഇറാന്റെ അസിമെട്രിക് നേവൽ വാർഫെയറിന് വലിയ ഗുണം നൽകുന്നു. അമേരിക്കൻ നാവികസേനയുടെ വലിയ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് 100 കണക്കിന് ചെറിയ സ്പീഡ് ബോട്ട്സ് ആണ്. ഈ ബോട്ടുകളിൽ മിസൈലുകളും ടോർപിഡോകളും ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഒരു വലിയ ലക്ഷ്യത്തിന് നേരെ ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ചെറിയ ബോട്ടുകൾ ആക്രമണം നടത്തുന്ന സ്വാം അറ്റാക്ക് രീതി അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ കുഴപ്പിക്കുകയും ഒപ്പം സീ മൈനുകൾ വിന്യസിക്കാനുള്ള ഇറാന്റെ ശേഷി ഹോർമുസിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ പര്യാപ്തവുമാണ്. കടലിന്റെ ആഴം കുറവായതിനാൽ മൈനുകൾ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ഖാദിർ ക്ലാസ് സബ്മെറീൻസും ഇറാന്റെ കൈവശമുണ്ട്. ഇതൊക്കെ ഇറാനെ ഒരു ശക്തമായ പൊസിഷൻ യുദ്ധത്തിനിടയിലും സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്നുണ്ട്. ഹോർമുസിലെ ഇറാന്റെ ഇടപെടലിനെ പറ്റി പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിലെ ഏറ്റവും നിർണായകമായ അവരുടെ അതിവേഗം വളരുന്ന മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യയാണിത്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഏർപ്പെടുത്തിയ ആയുധ ഉപരോധങ്ങൾ കാരണം ഇറാന് പുറത്തുനിന്ന് വിമാനങ്ങളോ മറ്റ് അത്യാധുനിക യുദ്ധ സാമഗ്രികളോ വാങ്ങാൻ വലിയ രീതിയിൽ സാധിക്കുമായിരുന്നില്ല. ഇതിനെ മറികടക്കാൻ അവർ സ്വീകരിച്ച തന്ത്രമാണ് മിസൈൽ ഡിപ്ലോമസി. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ പക്കലുണ്ട്. ദ്രവഖര ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ഷഹാബ് 3, ഖൈബർ, സെജിൽ എന്നിവ. ഏകദേശം 2000 മുതൽ 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് ഇസ്രായേലിനെയോ മേഖലയിലെ ഏതെങ്കിലും അമേരിക്കൻ സൈനിക താവളത്തെയോ ലക്ഷ്യം വെക്കാൻ നിമിഷങ്ങൾ മതി. 2020 ഇറാഖിലെ അൽ അസദ് വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അവരുടെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒന്നായിരുന്നു. കൃത്യതയാർന്ന GPS ഗൈഡൻസ് സംവിധാനങ്ങൾ ഉള്ളതിനാൽ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ആഞ്ഞടിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെ തകർക്കുന്നത് ഈ സൈനിക മികവാണ്. മിസൈലുകൾക്ക് പുറമെ ഇറാൻ അടുത്ത കാലത്തായി കൈവരിച്ച മറ്റൊരു വലിയ നേട്ടം ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. വളരെ കുറഞ്ഞ ചെലവിൽ 1000-ഓ 10,000-ഓ നിർമ്മിക്കാവുന്നതും എന്നാൽ ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ളതുമായ ഡ്രോണുകൾ ഇറാന്റെ സൈനിക ശക്തിയെ അടിമുടി മാറ്റിമറിച്ചു. ഇതിലേറ്റവും പ്രശസ്തമായത് ഷാഹേദ് 136 എന്ന സൂയിസൈഡ് ഡ്രോണുകളാണ്. ഇവയ്ക്ക് ദീർഘദൂരം സഞ്ചരിക്കാനും ശത്രു ലക്ഷ്യത്തിൽ ചെന്ന് ഇടിച്ച് സ്ഫോടനം നടത്താനും സാധിക്കും. ഇറാന്റെ ഈ ആയുധ ശേഖരം അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാകുന്നത് അവയുടെ വിന്യാസ രീതി കൊണ്ടാണ്. ഭൂമിക്കടിയിലെ വലിയ ടണലുകളിലും മൊബൈൽ ലോഞ്ചറുകളിലുമാണ് ഇറാൻ ഇവ സൂക്ഷിക്കുന്നത്. ഇത് ഉപഗ്രഹങ്ങൾ വഴി കണ്ടുപിടിക്കാനോ വ്യോമാക്രമണത്തിലൂടെ നശിപ്പിക്കാനോ പ്രയാസമാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഒരേ സമയം 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട് ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ, ഉദാഹരണത്തിന് അയൺ ഡോം അല്ലെങ്കിൽ പാട്രിയോട്ട് എന്നീ ഭീമൻ ചെലവ് വരുന്ന സംവിധാനങ്ങളെ തകർക്കാനോ കുറഞ്ഞ പക്ഷം വലിയ ചെലവ് അവയ്ക്ക് വരുത്തി വെക്കാനോ ഇറാന് സാധിക്കും. ഈ യുദ്ധത്തിന് തന്നെ കാരണമായി അമേരിക്കയും ഇസ്രായേലും ആരോപിച്ച ഇറാനിയൻ ആണവ പ്രോജക്ട് ഇന്നും തെളിവില്ലാത്ത ഒന്നായി നിൽക്കുമ്പോഴും പക്ഷേ ആണവ ഇതര ഇറാനിയൻ സൈനിക ശേഷി ഈ യുദ്ധത്തിൽ ഇറാനെ തുണയ്ക്കുന്നു എന്നതാണ് സത്യം. ഇറാന് അനുകൂലമായി മാറിയ നിരവധി ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഇവയൊന്നും പക്ഷേ അമേരിക്കയും ഇസ്രായേലും മുന്നിൽ കണ്ടിരുന്നില്ല എന്ന് കരുതുന്നതിലും പ്രശ്നമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൃത്യതയോടെ പ്രവർത്തിക്കുന്ന CIA-യും മൊസാദും ഒക്കെ ഇറാന്റെ ഈ ശക്തികളെ ഒന്നുകിൽ വില കുറച്ച് കണ്ടിരിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ നയതന്ത്ര യുദ്ധത്തിൽ വിജയിക്കാനാകാൻ പോയതുമാകാം. നാറ്റോ ഈ ആക്രമണത്തിൽ അമേരിക്കയുടെയും ട്രംപിന്റെയും അന്ത്യശാസനങ്ങളെ അവഗണിച്ചത് സത്യത്തിൽ അമേരിക്കയുടെ കാര്യത്തിൽ ഒരു വലിയ നയതന്ത്ര പരാജയമാണ്. അമേരിക്കൻ വിദേശ നയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വീഴ്ചയായി കണക്കാക്കാവുന്ന ഒന്നാണ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ സ്വീകരിച്ച പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന് നാറ്റോ സഖ്യകക്ഷികളിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ പോയത്. 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ
രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു. ലോകക്രമത്തെ നിയന്ത്രിക്കുന്നതിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം കുറഞ്ഞതിന്റെയും സഖ്യകക്ഷികൾ സ്വന്തം സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകാൻ തുടങ്ങിയതിന്റെയും തെളിവായിരുന്നു നാറ്റോയുടെ ഈ അവഗണന. ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ ഡ്രോൺ സാങ്കേതികവിദ്യ ഒരു വശത്തും ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിലെ അവരുടെ ആധിപത്യം മറുവശത്തും നിൽക്കുമ്പോൾ ആ യുദ്ധത്തിലേക്ക് അമേരിക്കയോടൊപ്പം ചാടി വീഴുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് നാറ്റോ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ഇറാൻ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിച്ചതോടെ ഒരു ഉപരോധം കൊണ്ടോ ചെറിയൊരു ആക്രമണം കൊണ്ടോ അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ അന്ത്യശാസനങ്ങൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയായിരുന്നു. ഇറാനുമായി വ്യാപാരം നടത്തുന്ന കമ്പനികളെ അമേരിക്കൻ വിപണിയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി ട്രംപ് മുഴക്കിയപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അവർ കണ്ടത്. ഇതിനെ പ്രതിരോധിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇൻസ്റ്റെക്സ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നത് അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തിനെതിരെയുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു. അമേരിക്കയ്ക്ക് സ്വന്തമായി ഗ്യാസ് നിക്ഷേപങ്ങൾ ഉള്ളതിനാൽ ഒരുപക്ഷെ അവർക്ക് എണ്ണവില വർധനവ് അത്ര വലിയ ബാധ്യതയാകില്ല. എന്നാൽ ഊർജ്ജത്തിനായി മിഡിൽ ഈസ്റ്റിനെ ആശ്രയിക്കുന്ന യൂറോപ്പിന് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ ഒരു സാമ്പത്തിക യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇറാനെതിരെ യുദ്ധകാഹളം മുഴക്കിയ ട്രംപിന്റെ നീക്കം ഒരു നയതന്ത്രപരമായ അപക്വതയായാണ് വിലയിരുത്തപ്പെടുന്നത്. സൈനികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത മിസൈൽ ശേഖരവും ഡ്രോണുകളും അമേരിക്കൻ താവളങ്ങൾക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് നാറ്റോ കരുതി. ഇറാന്റെ പ്രതിരോധ വ്യവസായം ഇന്ന് ലോകത്തിലെ ഏത് അത്യാധുനിക സൈന്യത്തെയും വിറപ്പിക്കാൻ ശക്തിയുള്ളതാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുള്ളപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ തിരിഞ്ഞു കൊത്തുന്നത് യൂറോപ്പിന് നേരെയായിരിക്കുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇതിനു പുറമെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നടത്തിയ പരാജയപ്പെട്ട സൈനിക ഇടപെടലുകൾ നാറ്റോ രാജ്യങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കി. വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ അവർ തയ്യാറാകാത്തത് അതുകൊണ്ടുകൂടിയാകാം. ട്രംപ് പലപ്പോഴും നാറ്റോ രാജ്യങ്ങൾ സൈനിക ചെലവുകൾക്കായി കൂടുതൽ പണം നൽകുന്നില്ലെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ചതും ഈ വിട്ടുനിൽക്കലിന് കാരണമായി കാണുന്നവരുണ്ട്. സ്വന്തം സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെയും അവരുടെ ആശങ്കകൾ പരിഗണിക്കാതെയും ഇറാനെതിരെ നീങ്ങിയ അമേരിക്ക ഒടുവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ ഇറാന്റെ സൈനിക ശക്തിയും ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കവും ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അമേരിക്കയുടെ നയതന്ത്ര പരാജയത്തിന് വഴിതെളിച്ചുവെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ തങ്ങളുടെ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടിയത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയുടെ ഡിപ്ലോമസി ചോദ്യം ചെയ്യപ്പെട്ടു. റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ നാറ്റോയുടെ പിന്തുണയില്ലാതെ ഇറാനെ നേരിടുക എന്നത് അമേരിക്കയ്ക്ക് കൂടുതൽ നഷ്ടം സമ്മാനിക്കാനും ഇടയുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് നടക്കുന്ന ഒരു യുദ്ധത്തെ പറ്റി വിവിധ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളെ പരിശോധിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇറാന് മേലുള്ള ആക്രമണത്തിൽ ഇപ്പോഴെന്തായാലും ആഗോള രാഷ്ട്രീയത്തിലെ പിണങ്ങേഷ് കുമാറായ ട്രംപ് എല്ലാവരോടും പിണങ്ങി നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ട്രംപും അമേരിക്കയും ആയതുകൊണ്ട് ഇവർ തോറ്റതായി അഭിനയിക്കുന്നതാണോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. ആ സംശയങ്ങൾക്ക് ഒരു തരത്തിൽ കഴമ്പുമുണ്ട്. ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങി വെച്ച് ആഗോള തലത്തിൽ ക്രൂഡ് ഓയിൽ വില കൂട്ടി വെനസ്വേലയിൽ നിന്നും പിടിച്ചെടുത്തതും അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനം നടത്തി എണ്ണ വിൽക്കാനുമുള്ള ബുദ്ധിയാണ് ഇതെന്ന് കരുതുന്നവരുമുണ്ട്. അതല്ല, ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യമെന്ന UAEയുടെയും ആഗോള സാമ്പത്തിക ഹബ്ബായി മാറാൻ ശ്രമിക്കുന്ന സൗദി അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളെ ഒരു യുദ്ധത്തിന്റെ മുനയിൽ നിർത്തി സാമ്പത്തിക നിക്ഷേപങ്ങളെ അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള വഴിയാണിതെന്നും ആസൂത്രിതമായി സ്റ്റോക്ക് മാർക്കറ്റിനെ തകർത്ത് 1000 കളഞ്ഞ് മില്യൺസ് വാരുന്ന സ്ഥിരം ക്യാപിറ്റലിസ്റ്റ് ബുദ്ധിയാണെന്നും ഇതൊന്നുമല്ല ലോകത്തിന് മുന്നിൽ അമേരിക്കൻ ഭരണകൂടം തന്നെ നാണം കെട്ട എപ്സ്റ്റൈൻ ഫയൽസിൽ നിന്നും അമേരിക്കയിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന നോ കിങ്സ് പ്രൊട്ടസ്റ്റിൽ നിന്നും ലോക ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായി ഇതിനെ കാണുന്നവരുണ്ട്. എന്തായാലും യുദ്ധഭീതിയിൽ നിന്നും ലോകം കരകയറട്ടെ എന്നും നമ്മുടെ വീടുകളിൽ ആശങ്കയില്ലാതെ അടുപ്പകൾ എരിയട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ ഈ യുദ്ധത്തിൽ നിന്നും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ നിന്നും ഉണ്ടായ ഒരു ഗുണം എത്ര വലിയ ആയുധ ശക്തിയുള്ള ഒരു രാജ്യമായാലും അത്യാവശ്യം പ്രതിരോധ സംവിധാനങ്ങളുള്ള മറ്റൊരു ചെറിയ രാജ്യത്തെ കയറി ചുമ്മാ ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല എന്ന് ലോകത്തിന് കാണിച്ചു തന്നു എന്നതാണ്. പിന്നെ വീഡിയോയിൽ ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂടി പറഞ്ഞിരുന്നു. നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വലിയ രീതിയിൽ നിങ്ങളുടെ പണം ഹോസ്പിറ്റലിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് എന്തുകൊണ്ടും ലാഭം. ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്കിൽ പോയാൽ 25% വരെ ഡിസ്കൗണ്ടോടെ നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റും. വൈകിക്കേണ്ട, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.